ചേട്ടാ സംഭവം എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ ബൈക്കിനകത്തിരുന്നായിരുന്നു. കാര്യം പറഞ്ഞ നാളെ ജോലിക്കാരും പറഞ്ഞുകൊണ്ടിരുന്നായിരുന്നു. അപ്പോൾ ആ സമയത്ത് വണ്ടി കടപ്പാക്കടന്ന് ഇങ്ങോട്ടിരുന്ന ഓൾട്ടോയ്ക്ക് നേരെ ഓമിനി വണ്ടി തട്ടുന്നുണ്ടായിരുന്നു. ഓമിനി തട്ടിയ സ്പോട്ടിൽ തന്നെ വണ്ടിക്ക് അന്ന് ഒരു ചെറിയ പൊതി എടുത്ത് ഈ വണ്ടിയിലോട്ട് ഇട്ടായിരുന്നു. ഒരു ചെറിയൊരു പൊതി. സ്വാഭാവികമായിട്ടൊരു വണ്ടി തട്ടിക്കഴിഞ്ഞാൽ കത്തത്തില്ല. പക്ഷേ ഈ പൊതി ഇട്ട സ്പോട്ടിൽ ഈ വണ്ടി കത്തുകയും ചെയ്തു. ഈ ഓമിനി തിരിച്ച് വെട്ടിക്കാനും പറ്റിയില്ല. പുള്ളിക്കാരൻ ഡ്രൈവിംഗ് സീറ്റ് ഇറങ്ങി ഓടിക്കളഞ്ഞു. അപ്പോൾ നമ്മൾ വരാൻ നേരത്ത് ഇതിൻ്റെ ഡ്രൈവിംഗ് ക്യാബിൻ്റെ അപ്പുറത്ത് നിന്ന് ഒരാൾ പുറത്തോട്ട് ചാടി പുള്ളിക്കാരൻ്റെ ഉടുപ്പ് കത്തിക്കൊണ്ടിരുന്നായിരുന്നു. പുള്ളിക്കാർ ഉരുണ്ട് മാറി. അപ്പോൾ എൻ്റെ തോന്നി അകത്ത് ആരോ ഉണ്ടെന്ന് പറയും. അപ്പോൾ ഞാൻ അടുത്തോട്ട് വന്നപ്പോഴത്തേക്കും വണ്ടി റൈസ് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആക്സിലേറ്ററിൽ റൈസ് ആയിക്കൊണ്ട സമയത്ത് ഇപ്പോൾ ലേഡിയാണ്. ഇപ്പോൾ സീറ്റ് ബെൽറ്റ് ടൈറ്റ് ആയിരുന്നു പുള്ളിക്കാരുടെ. അപ്പോൾ സീറ്റ് ബെൽറ്റ് കത്തി മാറിന പുള്ളിക്കാരുടെ കൈ രണ്ടും വെളിയിലോട്ട് വന്നു. ആ ടൈമിൽ നമ്മൾ പിടിച്ച് വെളിയിലോട്ട് ഇട്ടതായിരുന്നു. പിടിച്ച് വെളിയിലോട്ട് ഇറക്കിയപ്പോഴത്തേക്കും ഒരുവിധം 80% കത്തിപ്പോയി, കത്താനായിട്ടില്ല. അപ്പോൾ നമ്മളൊരു ചാക്കെടുത്ത് വെച്ച് പൊതിഞ്ഞു. എന്നിട്ട് ഫയർഫോഴ്സും കൺട്രോൾ റൂമിലും എല്ലാം വിളിച്ച് പറഞ്ഞു. അപ്പോഴത്തെ അവർ പക്ഷേ രക്ഷപ്പെടുത്താൻ പറ്റില്ല. പിടിച്ച് വെളിയിലിടുമ്പോൾ കത്തിക്കൊണ്ടിരിക്കും. പക്ഷേ നമ്മളെ അങ്ങോട്ട് ഇവർ പിടിച്ച് വലിച്ചുകൊണ്ടിരുന്നായിരുന്നു. ആ ഒരു ഇതുമായിട്ട് പിന്നെ മാറി. എന്ന് വെച്ചാൽ വണ്ടിയുടെ അടുത്ത് വരാനേ പറ്റത്തില്ല. ഈ ഒമിനിക്കകത്ത് ഒരാളും അതിനകത്ത് 2 പേരും. പുള്ളിക്കാരുടെ ഹസ്ബൻഡായിരുന്നു ഈ ഒമിനിയിലുള്ളത്. അപ്പോൾ ഞങ്ങളിപ്പോൾ സ്റ്റേഷനിൽ ഇപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്തു. പുള്ളിക്കാരൻ മുൻജന്മ വൈരാഗ്യത്തിനകത്താണ് വണ്ടി കത്തിച്ചതെന്നാണ് പറഞ്ഞത്. എന്നുവെച്ചാൽ പുള്ളിക്കാരൻ രക്ഷപ്പെടാൻ പറ്റിയില്ല. ഇല്ല പറ്റിയില്ല. പുള്ളിക്കാരെ ഇറങ്ങി ഓടി നേരെ സ്റ്റേഷനിൽ പോയി കീഴടങ്ങി. കാമോൻ ഉണ്ടായിരുന്നു, കാമോനും പോയി. ഈ ലേഡി വണ്ടി റേസായി സീറ്റ് ബെൽറ്റ് കത്തി മാറിയപ്പോഴാണ് നമ്മൾ പിടിച്ച് വെളിയിലോട്ട് എടുക്കുന്നത്. വണ്ടി ഒരു 3 വട്ടം പൊട്ടിത്തെറിച്ചു. ടപ്പ് നമുക്ക് അടുത്തോട്ട് ചെല്ലാനേ പറ്റാത്ത ആ രീതിയിലായിരുന്നു. ലൈവ് കണ്ടോണ്ട് നിന്നായിരുന്നു അവിടെ. ഇപ്പോൾ സ്റ്റേഷനിൽ പോയി പുള്ളിക്കാരനെ ഐഡൻറ്റിഫൈ എല്ലാം ചെയ്ത്. കൂടെ ഉണ്ടായിരുന്ന ആള് കൂടെയുള്ള ആളിനെ പിന്നെ കണ്ട ഹോസ്പിറ്റലിലാണെന്നാണ് പറഞ്ഞത്, ഡിസ്ട്രിക്റ്റിലാണെന്നാണ് പറയുന്നത്. ആ ഒമിനിക്കകത്ത് കൂടെ വന്ന അദ്ദേഹത്തിന് പരിക്കണം. ഷർട്ടെല്ലാം കത്തിയിരുന്നായിരുന്നു. പക്ഷേ ഈ പുള്ളിക്കാരൻ പുറത്തിറങ്ങിയിട്ട് പറയുന്നു പപ്പന കത്തിച്ചത്, പപ്പന വണ്ടി കത്തിച്ചിരുന്നു. പക്ഷേ പുള്ളിക്കാരനെ ഐഡൻറ്റിഫൈ ചെയ്തപ്പോഴത്തേക്ക് ഒരു കാവി മുണ്ടും ഒരു പച്ച ഷർട്ടും